നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ വൻ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സങ്കടങ്ങളും ദുഃഖങ്ങളുമായി ജീവിത യാഥാർത്ഥ്യത്തെ നേരിടുന്ന വനാതിർത്തിയിലെ കർഷകർ വൈകാരികമായി പ്രതികരിക്കും. വന്യജീവികളെ ഭയന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും വീടിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. വനാതിർത്തിയിലെ ജനങ്ങളാകെ ഭീതിയിലുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും നിഷ്ക്രിയത്വത്തെയും നിസ്സംഗതയെയുമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. നഷ്ടപരിഹാരം പോലും ഇതുവരെയും നൽകി തീർന്നിട്ടില്ല. വന്യജീവി ആക്രമണങ്ങളിൽ മരണമടഞ്ഞവരും പരിക്കേറ്റവരും കൃഷിക്കാരും ഉൾപ്പെടെ 7000-ഓളം പേർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത്. വന്യജീവി ആക്രമണം നേരിടാൻ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും എന്ത് സംവിധാനമാണ് സർക്കാരും വനം വകുപ്പും സ്വീകരിച്ചിരിക്കുന്നതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നേരിടുന്നതിനായി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 48.85 കോടി രൂപ മാത്രമാണ്. കർണാടകയിൽ നിന്നും സിഗ്നൽ കിട്ടിയില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ജനുവരി 30-നാണ് ആന ഇറങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞതും തെറ്റാണ്. റേഡിയോ കോളറുള്ള ആന മുത്തങ്ങ റേഞ്ചിന്റെ പരിധിയിൽ വന്നതായി ജനുവരി 5-ന് കേരള വനം വകുപ്പ് അറിഞ്ഞിരുന്നു. അന്നു തന്നെ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും കർണാടകയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു. കടുവ എത്തിയത് അറിഞ്ഞാലും അതിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും വനം വകുപ്പിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുമില്ല. ഈ സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തും വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വന്യജീവികളുടെ ദയാവായ്പിലാണ് വനമേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തുമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.